അങ്ങനെ നമ്മളെ കമ്പനിയിലെ മേശന്മാർക്ക് അവരുടെ സ്വന്തം ജോലി കിട്ടിയിട്ടുണ്ട്. ഇനിയപ്പോൾ അവർക്ക് ഇലക്ട്രീഷ്യൻ്റെയോ പ്ലംബറുടെയോ ഒന്നും കൂടെ നടക്കണ്ട. ഇനി അവർക്ക് സ്വന്തമായിട്ട് അവരുടെ ജോലി അവർക്ക് നോക്കിയും കണ്ടൊക്കെ ഇനി കുറച്ച് നാളും ചെയ്യാൻ പറ്റും എന്നാണ് നമ്മളും അവരും വിശ്വസിക്കുന്നത്. കാരണം ഇതിപ്പം നമ്മളിപ്പോൾ ഒരു 1000 1100 സ്ക്വയർ മീറ്ററോളം എന്തോ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു ഈ സാധനം ടൈലിടാനായിട്ടുണ്ട്. അപ്പം ടൈലെല്ലാം ശരിക്കും മാർബിളാണ്. മാർബിളിൻ്റെയൊക്കെ നമ്മളെ നാട്ടിൽ പറഞ്ഞ ടൈലിട്ടതിന് ശേഷം വരുന്ന വേസ്റ്റൊക്കെ നമ്മൾ ബാത്റൂമിൻ്റെയൊക്കെ ഫ്രണ്ടിൽ നമ്മൾ ഇടാറുണ്ടല്ലോ, പല പല കളറിലും പല പല ഡിസൈനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ടൈല് എടുത്തതിന് ശേഷം വരുന്ന വേസ്റ്റാണ് ഈ സാധനം. അപ്പോൾ ഈ സാധനം നമ്മൾ ഇൻ്റർലോക്കിന് പകരമായിട്ട് ഇടുന്നതാണ്. അപ്പോൾ ഇൻ്റർലോക്കിന് പകരമായിട്ട് ഉള്ള വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് നാൾ ചെയ്യാനായിട്ടുണ്ട് അവർക്ക്. അവരുടെ തന്നെ കാൽക്കുലേഷൻ വെച്ചിട്ടാണെങ്കിൽ ഒരു 3 മാസം പറയുന്നു, 2 മാസം അവർ പറയുന്നുണ്ട്. അവർ 2 പറയുന്നെങ്കിൽ നമ്മളൊരു 4 പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഈ വയസ്സാം കാലത്തുണ്ട് അവരെ കൊണ്ട് ഇതൊക്കെ ഇതിങ്ങനെയൊക്കെ പറ്റുള്ളൂ. അവർ പ്രതീക്ഷിച്ച് നിൽക്കുന്നത് പോലെയൊന്നും വർക്ക് നീങ്ങുന്നില്ല. പിന്നെ നമുക്ക് പിന്നെ വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, അവർക്ക് പതുക്കെ നിന്ന് അവരുടെ ഇഷ്ടത്തിന് സമാധാനത്തിന് ചെയ്തൊക്കെ എടുക്കട്ടെ എന്ന് നമ്മളും വിചാരിച്ച്. പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് മുതലാളി വന്നിട്ട് തീർന്നില്ലടാ ഇറങ്ങി പോയിണ്ടാ എന്നൊന്നും ചോദിക്കാനും പറയാനായിട്ടൊന്നും ആരുമില്ല. അപ്പോൾ ഇവർക്ക് സമയം എടുത്ത് ഇതുപോലെ തട്ടിക്കുട്ടിയൊക്കെ ചെയ്യാം. നല്ല ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് ഈ തറയിൽ ഇരിക്കുക എന്ന് പറയുന്നത്. സ്വപ്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ചെയ്യുന്നത് ആരും മലയാളികളൊന്നും അല്ലാത്തത് കൊണ്ട് പ്രശ്നമില്ല, അവരെങ്ങനെയൊക്കെ ഇരുന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വന്നോളും. ഹിന്ദിക്കാർക്കാകുമ്പോഴത്തേക്ക് അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് മാത്രമേ ഇരിക്കുന്നതിനുള്ള പ്രശ്നമുള്ളൂ. അവരെല്ലാം ഓക്കെയാണ്, സെറ്റ്.